ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ മിറ്റടിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ വാഴാനിയിലത്തെ വീട്ടിലാവുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിരിക്കണത് അല്ലേ, രാവിലെ എണീച്ചിട്ട് മിറ്റടിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വീണ്ടും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കേട്ടോ. ഇഷ്ടം പോലെ മിറ്റുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഈ രാവിലെ അടിക്കുള്ളൂ കേട്ടോ, മറ്റേ സൈഡ് ഉച്ച കഴിഞ്ഞിട്ട് അടിക്കുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും അടിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയമാവും, കുറേ നേരം വൈകും. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ഉമ്മറ വശം അതിൻ്റെ ഒരു സൈഡ് വശം അടിച്ചു വരും. ബാക്ക് വശം രാവിലെ അടിക്കും കേട്ടോ. ബാക്ക് വശം എനിക്കിങ്ങനെ ആകെ ഇല വീണ് കിടക്കുമ്പോൾ എനിക്ക് അവിടെ പണികൾ ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവില്ല. ഫ്രണ്ടിലേക്ക് നമ്മളങ്ങനെ പോകണില്ലല്ലോ, എപ്പോഴും ബാക്കിലല്ലേ ഉണ്ടാവുക. അത് കാരണം ബാക്ക് വശം അങ്ങനെ വൃത്തിയായിട്ട് കിടക്കണത് ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തികേടായി കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങറാണ്. അതുകൊണ്ട് ഞാൻ ബാക്കിൽ രാവിലെ തന്നെ അടിച്ചു വരും കേട്ടോ. ഫ്രണ്ടിൽ അധികം പുളിയുടെ ഇല വീഴുന്നുണ്ട്. ഇപ്പം നിറച്ച് പുളിയാണ്, ഇവിടെ പുളിമരമാണ്. അത് കാരണം പുളിയുടെ ഇല നിറച്ച് വീണത് മഴയൊക്കെ പെയ്തു തുടങ്ങി ഇനി നല്ല ബുദ്ധിമുട്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. പുളിയുടെ ഇല വീണ് കഴിഞ്ഞാൽ അടിച്ചാൽ പോവില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. മിറ്റം തോനുണ്ട് അടിക്കാൻ, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഓരോ സൈഡ് ഓരോ നേരായ കാരണം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മിറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാൽ എടുത്തിട്ട് ചായ വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചായക്ക് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഗുളിക കഴിക്കണം. അല്ല, വെള്ളം വെച്ചിട്ടില്ല. ഞാൻ ഗുളിക കഴിക്കാൻ മറന്നു. ആ പാല് അവിടെ എടുത്ത് കൊടുത്തേക്കുമ്പോഴാണ് ഗുളികയുടെ കാര്യം ഓർത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഗുളിക കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ചായ വയ്ക്കാം എന്തായാലും. പിന്നെ ഒരുപാട് പേര് എന്താ മാറാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എന്താ മാറാനുള്ള കാരണം എന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ കുമ്പളങ്ങാട് താമസിച്ചിരുന്നില്ല, ആ വീട്ടിൽ നിന്ന് എന്താ മാറാനുള്ള കാരണം ചോദിച്ചു. മാറാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അന്ന് വാഴാനിൽ നിന്ന് പോകുന്ന സാഹചര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവിടുന്ന് പോരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് കിട്ടിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒന്ന് കിട്ടണം, എങ്ങനെയെങ്കിലും ഒന്ന് മാറണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കിട്ടിയ സ്ഥലത്ത് പോയിട്ട് താമസിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാലോ, വൈകുന്നേരം നേരത്താണ് ഞാൻ വാഴാനിൽ നിന്ന് പോകുന്നത്. ഒരു മണിക്കൂർ കൊണ്ടാണ് നമുക്ക് വീടൊക്കെ സെറ്റായത് അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുമ്പളങ്ങാടാണ്, നമ്മുടെ അറിയണ നാടാണ്, നമ്മുടെ നാടാണ്. അത് കാരണം വലിയ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് വീട് കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ താമസിച്ചു എന്നുള്ളൂ. മദ്രസയിലേക്ക് പോകാൻ മാത്രമായിട്ട് അവിടെ ഒരു ഇടങ്ങറുണ്ടായിരുന്നുള്ളൂ. വേറെ എല്ലാത്തിനും അവിടെ സുഖമായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു 8-9 മാസത്തോളം അവിടെ താമസിച്ചു ഇപ്പോൾ. പക്ഷേ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ മദ്രസയിൽ ജയിച്ചു. കുഞ്ഞു 7ലേക്കായി, ഇഷമോള് 3ലേക്കായി, ആച്ചൂട്ടൻ 4ലേക്കൊക്കെ ആയല്ലോ മദ്രസയിൽ. അല്ല, 3ലേക്ക് ആച്ചൂട്ടനായി, ഇഷമോള് 2ലേക്കായി. അപ്പോൾ അവർക്ക് ഇനി ഇഷമോൾക്ക് രാവിലെയും ഇഷമോൾക്കും ആച്ചൂട്ടന് രാവിലെയും കുഞ്ഞുവിന് വൈകിട്ടൊക്കെയാണ് ഇനി മദ്രസ ആവാൻ പോണത്. പിന്നെ മഴ തുടങ്ങി, ജൂൺ തൊട്ടിട്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 3 ആളെയും വെച്ചിട്ടും 2 നേരമായിട്ട് മദ്രസയിലേക്കൊക്കെ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരായിരിക്കും എന്തായാലും ചോദിച്ചിട്ടുണ്ടാവുക. 3 ആളെയും 2 നേരമൊക്കെ വെച്ചിട്ട് നമുക്ക് മദ്രസയിലേക്ക് കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയും കൂടി പെയ്ത പിന്നെ പറയാനില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് വിചാരിച്ചു. പിന്നെ ആച്ചൂട്ടൻ്റെ കുമ്പളങ്ങാട് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ആച്ചൂട്ട് 5ലേക്ക് ആയല്ലോ. അപ്പോൾ അവിടെ 4ാം ക്ലാസ് വരെ ഉള്ളൂ കുമ്പളങ്ങാട് സ്കൂളിൽ. ഇനി അവൻ എന്തായാലും വടക്കാഞ്ചേരിക്ക് ആക്കണം. അപ്പോൾ അവനെ ലൈൻ ബസ്സിലൊക്കെ കയറ്റി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞു പോയിട്ട് വരുന്ന പോലൊന്നും ആച്ചൂട്ട് പോയിട്ട് വരാൻ സാധിക്കില്ല, നല്ല തിരക്കായിരിക്കും ബസ്സിൽ, അവനതൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ തോന്നി നമുക്ക് ഇവിടത്തിരി അടുത്ത് എൻ്റെ വീടിൻ്റെയൊക്കെ ഭാഗത്ത് മദ്രസയുടെയൊക്കെ അടുത്തൊരു വീട് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയത് കേട്ടോ. അപ്പോൾ വീട് വന്ന് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ താമസിക്കുമ്പോൾ ഞാൻ വീടൊക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് നോമ്പായപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കുറച്ച് ദിവസമൊക്കെ മുടക്കിയല്ലോ വീഡിയോ ഇടാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും പറയാതിരുന്നത്. അപ്പോൾ വീടൊക്കെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ, പഴയൊരു തറവാട് വീട് കേട്ടോ. അപ്പോൾ ഞാൻ ആ താത്താട് സംസാരിച്ചു. അപ്പോൾ താത്ത വന്ന് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്ന് അവിടുത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി. പെരുന്നാൾ കഴിഞ്ഞിട്ട് പോരാന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പെരുന്നാളിൻ്റെ മുന്നേ തന്നെ പോന്നു. പെരുന്നാളിന് ഉമ്മ വീട്ടിൽ കൂടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെരുന്നാളിന് അവിടെ കൂടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വിചാരിച്ചു പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ ഒന്ന് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധനങ്ങളൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോവുക ചെയ്തത്. എൻ്റെ വീട്ടിൽ പോയി പെരുന്നാളൊക്കെ ആഘോഷിച്ച് പെരുന്നാളിൻ്റെ അന്ന് തന്നെ വന്നിട്ട് ഞാനിവിടെ എന്താ പറയുക, സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കി ഓരോന്നായിട്ട്
ഒതുക്കി പറക്കിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വന്നിട്ട് ഇവിടെ താമസം തുടങ്ങിയിട്ടാണ്. രണ്ടാം പെരുന്നാൾ എന്ന് പറയുമല്ലോ, അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് താമസം തുടങ്ങിയിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ സുഖമാണ്. വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷമായിട്ട് അതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ നല്ല വെള്ളമാണ് ഞാൻ കോരിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളം നമ്മളിവിടെ മുറ്റത്ത് തന്നെ കിണറുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്ത് നിന്ന് അവിടെ നിന്ന് നമ്മൾ രണ്ട് കുടം വെള്ളം കോരി വയ്ക്കും. പിന്നെ ജലനിധിയുടെ പൈപ്പുണ്ട്. വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. മീൻ നന്നാക്കുകയാണ്. അയിലയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എത്രയും വാടകയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വാടക 3500 അവർ പറഞ്ഞിരിക്കുന്നത്. കരാറൊന്നും എഴുതിയിട്ടില്ല. ഇന്നിപ്പോൾ പോകണം, കരാർ എഴുതാൻ പോകണം. പേപ്പർ മേടിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസമായി എഴുതാനുള്ളത്. പക്ഷേ ഞാൻ പോയിട്ടില്ല. നല്ല തിരക്കായിരുന്നു, നല്ല പണികളായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഒരു വീട് മാറി താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല നമുക്ക്. അതൊക്കെ കൂടെ കൊണ്ടുവന്ന് വയ്ക്കലും പിന്നെ കുഞ്ഞുവിൻ്റെ ആ സമയത്ത് തന്നെ കുഞ്ഞുവിൻ്റെ കയ്യിന് വയ്യാണ്ടായി. അവനാണ് കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളത്. ആ സമയം തന്നെ അവൻ്റെ കയ്യിനും വയ്യാണ്ടായി. എല്ലാത്തിനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് വയ്ക്കലും ഒതുക്കലും പറക്കലും എല്ലാം കൂടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോയും കൂടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഒതുക്കണതും കൊണ്ടുവരുന്നതൊന്നും വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. ഇവണ്ടെങ്കിൽ ഇപ്പം വീഡിയോ എങ്കിലും എടുക്കും. ഇത് നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ച് അതുമ്മ വെച്ച് വണ്ടി വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊന്നും നിൽക്കാതിരുന്നത്. എന്തായാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്താണ്, മദ്രസയുടെ അടുത്താണ്. മദ്രസയിലേക്കൊക്കെ നടന്ന് പോകാനുള്ള വഴിയുള്ളൂ. എൻ്റെ വീട്ടിലേക്കാണെങ്കിലും നടന്ന് പോകാനുള്ള വഴിയുള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചുറ്റുഭാഗം ആൾക്കാരുണ്ട്. ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. നമുക്കൊരു പേടിയും ഇവിടെ പേടിക്കാനില്ല കേട്ടോ. പിന്നെ വാടക ഞാൻ പറഞ്ഞില്ലേ 3500 ഒരുപാട് പേർക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇങ്ങനൊരു വീട് എല്ലാവർക്കും ഇഷ്ടമാവും. ഇങ്ങനൊരു വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓടിട്ട വീടാണോ ടെറസ് വീടാണോ എന്നല്ലല്ലോ നമ്മൾ നോക്കുക. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പോൾ അവിടെ ഞാൻ താമസിച്ചിരുന്നത് ടെറസ് വീടായിരുന്നു. പക്ഷേ എന്താ കാര്യം, നമുക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു. വീടിൻ്റെ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പറയണത് നമ്മുടെ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ നല്ല ചൂടുണ്ട്. പക്ഷേ അവിടെ നിൽക്കാക്കി പറ്റിയിരുന്നില്ല, ഉറങ്ങാക്കി പറ്റിയിരുന്നില്ല. 2 മണിക്കും 1 മണിക്കൊക്കെ എണീച്ച് കുളിച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോഴേക്കും ഉറങ്ങാനോ സഞ്ചാരം അടിച്ചിട്ട് കരച്ചിൽ വരെ വന്നിട്ടുണ്ട്. അത്രയും ഇടങ്ങേറായിരുന്നു ചൂടെടുത്തിട്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ. വലിയ ചൂടൊന്നുമില്ല ഇവിടെ. പകലൊക്കെ ഇത്തിരി ചൂടുണ്ട്, പുഴുക്കുണ്ട്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല സുഖമാട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല ചുറ്റുപുറം മരങ്ങളാണല്ലോ നമുക്ക്. അത് കാരണം നല്ല സുഖമാണ് ഉറങ്ങാൻ. രാത്രി ആയി കഴിഞ്ഞാൽ അകത്തൊന്നും അങ്ങനെ ചൂടെടുക്കണില്ല. ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. കുട്ടികളാണെങ്കിലും നേരത്തെ കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ ഇവർ നേരത്തെ എണീക്കുന്നുണ്ട്. അവിടെ ആകുമ്പോൾ നല്ല നേരം വൈകി ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റാത്ത കാരണം, ചൂടുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത കാരണം നല്ല നേരം വൈകിട്ട് ഉറങ്ങിയിട്ട് കുറേ നേരം രാവിലെ കിടന്നുറങ്ങും. 11 മണിക്ക് 10:30ക്കൊക്കെ ഇവർ എണീച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എണീക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ മീൻ ഇത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു, മീനൊക്കെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഷമോൾക്ക് കുറവുണ്ടോ ചോദിച്ചു. ഇഷമോൾക്ക് കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, മുടിനീര് വന്നു കഴിഞ്ഞാൽ വേദന ഒക്കെ കുറവുണ്ട് കേട്ടോ. അവൾക്ക് പനിക്കണമൊന്നുമില്ല ഇപ്പോൾ, എന്നാലും ഗുളിക കൊടുക്കുന്നുണ്ട്. പക്ഷേ വീർപ്പ് മാറിയിട്ടില്ല. വീർപ്പ് മാറണമെങ്കിൽ 10-12 ദിവസം പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മരുന്ന് തേക്കുന്നുണ്ട് കേട്ടോ. രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീരിന് മാറ്റമൊന്നുമില്ല, നീരുണ്ട്. പക്ഷെ അവൾക്ക് വേദന ഒന്നുമില്ല. അത് കാരണം വലിയ കരച്ചിലും പിഴിച്ചിലും ഒന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി എല്ലാ ദിവസവും വീഡിയോ ഒക്കെ കാണുക. വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഇപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാർ. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഓരോ കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ മുന്നോട്ട് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റും പിന്നെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും ഒക്കെ വരുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ്. ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരുപാട് പേര് സ്നേഹിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.